എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഒരാഴ്ചത്തെ കഠിനമായിട്ടുള്ള പ്രാക്ടീസിനൊടുവിൽ ഇപ്പൊ ആ ബോള് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇങ്ങനെ ബോളൊക്കെ ക്യാച്ച് ചെയ്ത സന്തോഷത്തിൽ നമ്മുടെ ആൾക്കാർ 3 പേരും സമാധാനമായിട്ട് കിടന്നുറങ്ങും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോ അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവന്റെ എക്സാമിന് പോകാൻ തയ്യാറെടുക്കും. ഗ്രാൻഡ് പ പറയും, തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ഇതിൽ വിൻ ചെയ്യാൻ പറ്റും. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും നിന്റെ ലക്ഷ്യബോധവും അത് രണ്ടും നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്നൊക്കെ പറഞ്ഞ് അവനെ ബൂസ്റ്റ് ചെയ്യുകയാണ്. ഗ്രാൻഡ് പ അങ്ങനെ കാര്യമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ അസിസ്റ്റന്റ് ഇപ്പൊ ഗ്രാൻഡ് പയുടെ കോഫി എടുത്ത് കുടിക്കും. അതിനുശേഷം ഇപ്പൊ ഹീറോയോട് ചില കാര്യങ്ങൾ പറയാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഗെയിമിൽ മാത്രം ശ്രദ്ധിക്കുക. ആ ബോൾ എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് നിന്റെ ലക്ഷ്യസ്ഥാനം അത് ലക്ഷ്യമാക്കി കറക്കി എറിയണം. എങ്കിൽ മാത്രമേ നിനക്ക് ജയിക്കാനായിട്ട് പറ്റൂ. നീ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായാലും നിന്റെ റാങ്കിങ് അത് കൂടിക്കൊണ്ടേയിരിക്കും. റാങ്ക് കൂടുമ്പോൾ അതിനനുസരിച്ച് നിന്റെ പേടിയും കൂടും. അതൊരു കണക്കിന് നല്ലതാണ്. നിനക്ക് പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും ആ കാപ്പി കുടിക്കുകയാണ്. ഗ്രാൻഡ് പയ്ക്കാണെങ്കിൽ ടെൻഷൻ ആവും. നീ എന്തായി ചെയ്യണേ? എന്റെ കാപ്പിയാണ് നീ എടുത്ത് ഒരു ദാക്ഷിണ്യം കൂടാതെ കുടിക്കുന്നത്. പക്ഷെ അവളാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ മുഴുവനായിട്ടും കുടിച്ചു തീർക്കും. അതേസമയം വീടിന് പുറത്ത് അവന്റെ ഫ്രണ്ട്സ് അവർ രണ്ടുപേരും ഇപ്പൊ ഹീറോയെ വിളിക്കുകയാണ്. എടാ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വന്ന് അവരിപ്പോ സ്കൂളിലേക്ക് വരികയാണ്. ആമറിക്കാണെങ്കിൽ സ്റ്റുഡന്റ് കൗൺസിൽ ഹെഡ് ആമറി, അവൾക്കാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ മേലെ വലിയ പ്രതീക്ഷയാണ്. അവൻ എങ്ങനെയെങ്കിലും ജയിച്ച് അവന്റെ റാങ്കിങ് അത് കൂടണം എന്ന് മാത്രമാണ് അവളുടെ ഏക ആഗ്രഹവും ലക്ഷ്യവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മത്സരിക്കാൻ ആ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. ടീച്ചർ ആണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അവർക്ക് ആ ഗെയിം അതെങ്ങനെ കളിക്കണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ പച്ചമുടി പെണ്ണ് അവൾ ഹീറോയോട് പറയും, ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിന്നിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഗെയിമിൽ നീ നല്ല സ്കോർ എടുക്കും. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിന്റെ റാങ്ക് അത് കൂടുമെന്ന് പറയും. ഇവരുടെ ടീച്ചർ ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ സ്റ്റുഡൻസിനെ ഓരോ ഭാഗത്തേക്ക് നിർത്തുകയാണ്. ടീച്ചർ ആണെങ്കിൽ ഓരോ സ്റ്റുഡൻസിനും ഇപ്പോൾ റെഡും യെല്ലോയും ബാൻഡുകൾ കൊടുക്കുകയാണ്. റെഡ് എല്ലാവരും ഒരു ടീം, യെല്ലോ എല്ലാവരും മറ്റൊരു ടീം. ആസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്ന് ഒരേ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ആസ് ഹീറോയുടെ കയ്യിലുള്ള ബാൻഡ് കാണുക. അത് യെല്ലോ ആണ്, ആസിന്റെ കയ്യിലുള്ളത് റെഡും. ആസ് ടെൻഷനായിട്ട്, ടീച്ചർ നിങ്ങൾ എന്തായി ചെയ്യണേ? ഞങ്ങൾ രണ്ടുപേരെ എന്തിനാ 2 ടീമിലാക്കിയേ? ടീച്ചർ ആണെങ്കിൽ തീർത്തു പറയും, ഞാനിതിൽ ഒരു പക്ഷപാതവും കാണിച്ചിട്ടില്ല. 2 ടീമിനെ ഈക്വൽ ആക്കുക അത് മാത്രമാണ് ഞാൻ ചെയ്തത്. ഇവിടെ ക്ലാരയാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ടീമിലാണ്. അവൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ പാവം നമ്മുടെ ആസ് അവന് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ്. അവൻ ഒന്ന് ആലോചിക്കും, ഞാൻ ഈ ടീമിൽ നിന്ന് ഉഴപ്പാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മാസ്റ്റർ ജയിക്കും. അങ്ങനെ ഞാൻ ചെയ്യണോ എന്നൊക്കെ അവൻ കാര്യമായിട്ട് ചിന്തിക്കും. ടീച്ചർ ആണെങ്കിൽ വിസിൽ നീട്ടിയടിക്കും. 2 ടീമും ഉഷാറായിട്ട് ഗെയിം കളിക്കുകയാണ്. ഗെയിമിനിടയിൽ ഒരു ചുന്ദരി പെണ്ണും അതിനുശേഷം പെമ്പിള്ളേരെ വാങ്ങി നോക്കുന്ന ആ ഒരു ചുന്ദരൻ ടീമനും അവർ രണ്ടുപേരും ആദ്യം തന്നെ ഔട്ടാവും. നമ്മുടെ ക്ലാരപ്പെണ്ണാണെങ്കിൽ ബുദ്ധിപരമായിട്ട് ഇപ്പൊ അതുപോലുള്ള ഒരുപാട് ബോൾസും അതേ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില ബോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും കൺഫ്യൂസ്ഡ് ആക്കും. ഹീറോ കറക്റ്റ് ആയിട്ട് ആ റിയൽ ബോൾ ക്യാച്ച് ചെയ്യും. പക്ഷെ അവനത് എങ്ങനെയാണ് എറിയേണ്ടതെന്ന് മാത്രം അറിയില്ല. ബോൾ പിടിക്കാൻ മാത്രമാണ് നമ്മുടെ ചക്കൻ കറക്റ്റായിട്ട് ട്രെയിനിങ് എടുത്തത്. ഉടനെ ജിമ്മൻ അവൻ ഓടി വന്ന് ആ ബോൾ പിടിച്ചു മേടിച്ചിട്ട് പറയും, ബോൾ നീ കറക്റ്റായിട്ട് പിടിച്ചു, ഇത് ത്രോ ചെയ്യാൻ എനിക്കറിയാം, സോ ഞാൻ ത്രോ ചെയ്യാന്ന് പറഞ്ഞ് അവൻ എറിയാണ്. അവനാണെങ്കിൽ ആ ബോൾ കറക്കി എറിയുന്നത് ആസിന്റെ ദേഹത്തേക്കാണ്. ആസ് ആണെങ്കിൽ എങ്ങനെ മാസ്റ്ററിനെ സേവ് ചെയ്യാം എന്നാലോചിച്ച് കറക്റ്റായിട്ട് ആ ബോൾ ക്യാച്ച് ചെയ്ത് അത് ജിമ്മന്റെ നേർക്ക് വലിച്ചെറിയും. അത് ജിമ്മന്റെ ബോഡിയിൽ കൊണ്ട് ജിമ്മൻ ഡിസ്ക്വാളിഫൈ ആയി പുറത്തേക്ക് പോകും. അങ്ങനെ ഓരോരുത്തരും ഈ പാസിനെ എയിം ചെയ്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ മാസ്റ്ററിനെ എങ്ങനെ ജയിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ബോൾ എല്ലാം ക്യാഷ്ലായിട്ട് ക്യാച്ച് ചെയ്ത് നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള ഓരോരുത്തരായിട്ട് എറിഞ്ഞെറിഞ്ഞ് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിയും തോറും 2 ടീമിലെയും ഓരോരുത്തരായിട്ട് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കും. അവസാനം ഇപ്പൊ 2 ടീമിലും ആസും നമ്മുടെ ഹീറോയും അവർ 2 പേരും മാത്രമാണ് ഇപ്പൊ ബാക്കിയുള്ളത്. ആസിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഹീറോയെ നോക്കും. അപ്പൊ ഹീറോ അവൻ കഷ്ടപ്പെട്ട് ഇത്രയും കാലം എടുത്ത ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ അവന്റെ മനസ്സിൽ ഓർമ്മ വരും. ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ മാസ്റ്റർ എടുത്ത എഫേർട്ടും ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ വെറുതെ ആവുമെന്ന് പറഞ്ഞ് അവൻ അവന്റെ ഫുൾ ഫോഴ്സിൽ ആ ബോള് ഹീറോയ്ക്ക് നേരെ വലിച്ചെറിയാൻ തയ്യാറാവുകയാണ്. ഇതാ നമ്മുടെ പ്രസിഡന്റ് ലേഡി അവളിപ്പോ അവിടേക്ക് നടന്നു വരികയാണ്. ആസ അത് വീണ്ടും കറക്കി കയ്യിലെടുത്ത് അവന്റെ ഫുൾ ഫോഴ്സും അതിലേക്ക് കൊടുക്കുകയാണ്. ചുറ്റുമുള്ള കുട്ടികളെല്ലാവരും
ആസിന് വേണ്ടി നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി ജയ് വിളിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം? ആസ് അവന്റെ ഫുൾ ഫോഴ്സിലാണ് ആ ബോള് അത് വലിച്ചെറിയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ഹീറോ അവൻ എന്ത് വരട്ടെ എന്ന് കരുതി റെഡിയായിട്ട് നിൽക്കും. ഇവിടെ സ്റ്റുഡന്റ് കൗൺസിൽ മെമ്പേഴ്സിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മാഡം, നിങ്ങൾ എന്തിനാ ഇപ്പൊ അവിടേക്ക് പോണേ? ആക്ച്വലി അവിടെ എന്താ നടക്കണേ? അതിനവള് പറയും അവിടെ വലിയൊരു മാജിക് നടക്കാൻ പോവാണ്. അത് കാണാനാണ് ഞാനും നിങ്ങളെയും ഒക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത നിമിഷം ആസ് അവന്റെ വമ്പം ഫോഴ്സിൽ ആ ബോള് ഹീറോയ്ക്ക് നേരെ വലിച്ചെറിയും. ഹീറോ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. പക്ഷെ അതിന്റെ ഫോഴ്സ് ആണെങ്കിൽ ഹീറോയെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അവൻ ആ ഫോഴ്സിൽ പുറകിലേക്ക് പോവും. പതിയെ പുറകിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ അവന്റെ സ്പെഷ്യൽ എബിലിറ്റി, അതായത് ഒരാളുടെ പവർ, അത് അവർക്ക് തന്നെ തിരികെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഹീറോയെ കണ്ട് സാധിക്കും. അവൻ ആ ബോൾ കറക്കിയെടുത്ത് അവന്റെ ഫോഴ്സ് അവന്റെ തന്നെ ദേഹത്തേക്ക്, ആസിന്റെ തന്നെ ദേഹത്തേക്ക് ആ ബോൾ ഉപയോഗിച്ച് വലിച്ചടിക്കും. ആ ഒരു അടിയിൽ പിന്നെ ആസിനെ കാണാനുണ്ടാവില്ല. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും കൈയൊക്കെ അടിച്ച് എടുത്തു ചാടി തുള്ളി ഓടി ഹീറോയുടെ അടുത്തേക്ക് വരും. കാരണം ഈ ഒരു ഗെയിമിൽ നമ്മുടെ ഹീറോ ജയിച്ചിരിക്കുകയാണ്. സ്റ്റുഡന്റ് കൗൺസിൽ ഹെഡ് ലേഡിക്ക് അത് കണ്ട് ഭയങ്കര സന്തോഷം. അവളുടെ മനസ്സിലും സന്തോഷം അങ്ങനെ അലയടിക്കുകയാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഹീറോയെ ഉയർത്തിയെടുത്തും ചിയറപ്പ് ചെയ്തും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കും. ഉടനെ അവരുടെ ടീച്ചർ അവരാണെങ്കിൽ ഇപ്പോ ഹീറോയുടെയും ആസിന്റെയും അവസാനത്തെ മൂവ്മെന്റ് ആലോചിക്കും. ആക്ച്വലി ആസ് അവന്റെ ഫുൾ പവറിലാണ് ഹീറോയെ അറ്റാക്ക് ചെയ്തത്. പക്ഷെ എന്നിട്ടും അവൻ അതിനെ നല്ല ബുദ്ധി ഉപയോഗിച്ചും ബ്രെയിൻ ഉപയോഗിച്ചും ഡൈവേർട്ട് ചെയ്ത് അത് ആസിന് നേരെ ഉപയോഗിച്ച് ആസിനെ തോൽപ്പിച്ചു. ഇതിൽ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഹീറോ കുറച്ചധികമായിട്ട് പെർഫോം ചെയ്ത് അവൻ ജയിച്ചു. ഇതവൻ ഡിസേർവ് ചെയ്യുന്നത് തന്നെയാണെന്ന് പറഞ്ഞ് ടീച്ചർ ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോയിൻ കൊടുക്കുകയാണ്. യു ആർ വെൽ ഡിസേർവ്ഡ്. നിന്നെ ഞാൻ സെക്കൻഡ് റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തെന്നില്ലാത്ത ഒരു വലിയ സന്തോഷം. അവന്റെ വലിയൊരു മൈൽ സ്റ്റോൺ അവനിപ്പോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും അവിടുന്ന് കടന്നു പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഞെട്ടൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുമ്പോൾ ആമരി, നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ്, അവൾ അവിടേക്ക് വരും. പച്ചമുടി പെണ്ണിനാണെങ്കിൽ ആമരിയെ തീരെ ഇഷ്ടാവില്ല. അവൾ വമ്പ കലിപ്പില് അവളുടെ അടുത്തേക്ക് ഓടും. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ അവളെ പിടിച്ചു മാറ്റി ആമരിയോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആമരി പറയും, കൺഗ്രാറ്റ്സ്. ആക്ച്വലി നീ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് വലിയ അഭിമാനം തോന്നും. അങ്ങനെ അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ആസിനും നമ്മുടെ പച്ചമുടി പെണ്ണിനും അവർക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാർ എന്താണ് പറയുന്നത് കേൾക്കാൻ ഭയങ്കരമായിട്ട് ആകാംക്ഷ തോന്നും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീറോ ആണെങ്കിൽ സ്കൂളിലെ സ്റ്റാറായി മാറിക്കഴിഞ്ഞു. അവനിപ്പോ അവന് കിട്ടിയ ആ സെക്കൻഡ് പൊസിഷൻ അതുമായിട്ട് അവന്റെ ഗ്രാൻഡ് പേര് അടുത്തേക്ക് വരും. വിശേഷം പറഞ്ഞ ഗ്രാൻഡ് പേ ആണെങ്കിൽ സന്തോഷത്തില് അവനെ ചേർത്ത് പിടിക്കുകയാണ്. ഗ്രാൻഡ് പേക്ക് മാത്രമല്ല അസിസ്റ്റന്റ് പെണ്ണിനും ഒരുപാട് സന്തോഷാവും. കാരണം അവളാണ് അവനെ ട്രെയിൻ ചെയ്തത്. ഗ്രാൻഡ് പേ ആണെങ്കിൽ അവന്റെ കൈ തൊട്ട് നോക്കും. കൈ മുഴുവനായിട്ടും തകർന്നിരിക്കുകയാണ്. അതിനവൻ പറയും ആസ് ആണ് അവന്റെ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ബോൾ എറിഞ്ഞത്. അതിനെ തടഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്. പക്ഷെ ആസിന് ഭയങ്കര കുറ്റബോധമുണ്ട്. അവൻ ഒരുപാട് തവണ എന്നോട് ക്ഷമ ചോദിച്ചു. ഗ്രാൻഡ് പ, നിങ്ങളാണ് എൻ്റെ ഈ അച്ചീവ്മെന്റിന് എല്ലാം കാരണം എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോ ആണെങ്കിൽ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തിൽ കിടക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ വലിയ സമാധാനവും സന്തോഷവും. ഇത്രയും കാലവും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. എന്റെ സന്തോഷം എന്താണെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അതേ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.